എള്ളുണങ്ങുന്നത് എണ്ണയ്ക്കാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ എണ്ണ കിട്ടുന്നതിന് വേണ്ടി എള്ളുണങ്ങുകയും വേണം. എന്നാൽ അതിനകത്ത് കിടക്കുന്ന പാറ്റാപ്പുഴുക്ക് ഉണങ്ങുന്നത് എന്തിനാണ് എന്ന് ചിലർ തമാശയായി ചോദിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സംഗതി കണ്ടപ്പോൾ അതാണ് ഞാൻ ഓർത്തുപോയത്. ഞങ്ങളുടെ അബ്ദുസലാമുക്കായെ പ്രധാനമന്ത്രിയോടൊപ്പം റോഡ് ഷോയ്ക്ക് കയറ്റിയില്ല. സലാമുക്കയുടെ ദുഃഖം, ആ നിരാശ അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ ഞാനും പങ്കുവെക്കുന്നു. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലറും ഒരു കാലത്ത് VC ആയി ന്യൂനപക്ഷക്കാരും വരാത്തതിൽ വളരെ കുണ്ഠിതവും മണ്ഡിതവും രേഖപ്പെടുത്തി ഞങ്ങൾ പോയി ചുമന്നു കൊണ്ടുവന്ന ഒരു ആളാണ് സാക്ഷാൽ വൈസ് ചാൻസലർ അബ്ദുസലാമുക്ക. സലാമുക്ക വന്നപ്പോൾ തന്നെ ഒരുപാട് പേരുദോഷങ്ങളും ഒരുപാട് ആക്ഷേപങ്ങളും ഒരുപാട് സുഡാപ്പി പ്രയോഗങ്ങളുമൊക്കെ ഈ സമുദായം കേട്ടിരുന്നു. എന്നാലും പൊന്നായി, പോറ്റിയായി, അമ്പോറ്റിയായി എല്ലാം ഞങ്ങൾ പുന്നാരിച്ച് വളർത്തിക്കൊണ്ടു വന്നതാണ് സലാമുക്കയെ. സലാമുക്കയുടെ കൈ വളരുന്നോ, കാൽ വളരുന്നോ, യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നോ, പൂ പറിക്കുന്നോ, വെള്ളമൊഴിക്കുന്നോ എന്നൊക്കെ നോക്കി ഒരു സമുദായം പുറത്തുനിന്ന് ഇങ്ങനെ സന്തോഷത്തോടെ ആ സലാമുക്ക നടന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ആവേശം കൊണ്ടിരുന്നതാണ്. സലാമുക്ക അന്നൊക്കെ VCയുടെ കാറിലായിരുന്നു പറന്നും ഓടിയുമൊക്കെ നടന്നത്. പിന്നീട് സലാമുക്ക ഈ പറയുന്ന അങ്ങട് ഒറിജിനൽ സലാമുക്ക ആയി തുടങ്ങി. അപ്പോഴാണ് സംഗതി ഗംഭീരമായത്. സത്യം പറഞ്ഞാൽ ഈ ന്യൂനപക്ഷ പ്രാതിനിധ്യം പലയിടത്തും വേണം വേണം എന്നൊക്കെ പറയുമ്പോഴും ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഈ സലാമുക്കായൊക്കെ കാണുമ്പോൾ ഇങ്ങനൊരു സാധനത്തിനെയൊക്കെ എടുത്തിറക്കുന്നതിനേക്കാൾ നല്ലത് വേറെ ഏതെങ്കിലും സമുദായക്കാർ അവിടെ ഇരിക്കുന്നതാണ്. ഒന്നുമല്ലെങ്കിൽ ഈ പറയുന്ന വർഗീയതയും പ്രീണനവും അടിയുമൊന്നും കൊള്ളണ്ടല്ലോ എന്ന്. ഏതായാലും സലാമുക്കായ്ക്കെതിരെ ഒരു അന്വേഷണമൊക്കെ വന്നു. സംഗതി ഒന്ന് പിടിമുറുക്കുന്നെന്ന് നോക്കിയപ്പോൾ പിന്നെ അല്ല ഒറ്റ ചാട്ടം വെച്ചു കൊടുത്തു. ആ ചാട്ടത്തിൻ്റെ പരിണിതിയിലാണ് ഒരുപക്ഷെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ രക്തസാക്ഷിത്വം എന്നൊക്കെ പറയാവുന്ന കടുത്ത ഒരു മത്സരത്തിന് സലാമുക്ക ഇറങ്ങി പുറപ്പെട്ടത്. സാധാരണ ഇങ്ങനെയൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോൾ കുറച്ച് ലജ്ജയൊക്കെ ഉള്ളവർ ഈ ഇറങ്ങിയതിൻ്റെ കാരണമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതും മലപ്പുറത്ത് അത് എത്രത്തോളം വിൽക്കുമെന്നറിയാവുന്നതുമൊക്കെ ഉള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് നടത്താറുള്ളത്. എന്നാൽ സലാമുക്കായ്ക്ക് ആ തിരിച്ചറിവില്ലാത്തതുകൊണ്ടും തൊലിക്കട്ടി നമ്മുടെ മൃഗശാലയിലുള്ള ചില മൃഗങ്ങളെപ്പോലെയാണ് എന്നൊക്കെ നമ്മൾ ചില ഉദാഹരണങ്ങൾ പറയുമല്ലോ, അതുപോലെ സമാനമായതിനാൽ ഇക്ക മലപ്പുറത്തൊക്കെ ഇറങ്ങി ന്യൂനപക്ഷ സ്നേഹത്തിൻ്റെ ഏടുകൾ ആളുകൾക്ക് മുന്നിലും പല മദ്രസ സ്ഥാപനങ്ങളിലും ഒക്കെ ചെന്ന് അങ്ങോട്ട് വിലയിരുത്താനും വിളമ്പാനും ഒക്കെ തുടങ്ങി. അവിടെയൊക്കെ പോയി വിളമ്പിയാൽ എന്ത് കിട്ടുമെന്ന് പോലും സലാമുക്കായ്ക്ക് ഒരു തിരിച്ചറിവില്ല. അങ്ങനെ നിന്നപ്പോഴാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രിയോടൊപ്പം വണ്ടിയിൽ റോഡ് ഷോയ്ക്ക് നിൽക്കാൻ സലാമുക്കായ്ക്ക് ഒരു അവസരം കിട്ടുമെന്ന് പ്രത്യാശയോടെ ഈ സമുദായം കാത്തിരുന്നത്. എന്നാൽ അതിനകത്ത് ആൾ കൂടുതലായതുകൊണ്ട് ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചില ട്രാൻസ്പോർട്ട് ബസ്സുകൾ നിർത്താതെ പോകും, ഫുട്ബോർഡിൽ വരെ ആളുള്ളതുകൊണ്ട്. അങ്ങനെ സലാമുക്കയുടെ ആ മോഹം ഒട്ടും നടന്നില്ല. വണ്ടിക്കകത്ത് നിറയെ ആളായതുകൊണ്ടാണ് നടക്കാത്തത് എന്നോർത്ത് സലാമുക്ക സമാശ്വസിച്ചു. ഏതായാലും സങ്കടപ്പെടേണ്ട, ആ ജീപ്പില്ലെങ്കിലും നമുക്ക് വേറൊരു ജീപ്പ് തരപ്പെടുത്തി വെയിൽ കൊള്ളുന്നതിനുള്ള അവസരം ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നോർത്ത് ആശ്വസിക്കുക.